ഇല്ലാത്ത സ്ഥലങ്ങളില്ലേ എന്റെ പൊന്നുപോലെ കൊന്നവരില്ല അവരാണ് കൊന്നത്. എവിടെ പോയാലും ഞാൻ വിളിച്ചു പറയും അവരാണ് കൊന്നത് എന്റെ മോനെ കൊന്നത് തിരികെ സമ്മതിച്ചില്ല. എന്റെ മോനെ കൊന്നതിന് നീതി കിട്ടണം, അവർക്ക് ശിക്ഷ കിട്ടണം, നിയമത്തിന്റെ മുമ്പിൽ അവർക്ക് ശിക്ഷ കിട്ടണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിനെല്ലാം എനിക്ക് കണ്ടിരിക്കണം. കണ്ടാൽ കയ്യെത്തിട്ടേ ഞാൻ മരിക്കോട്. ഇനി എനിക്ക് ജീവിതമില്ല, എവിടെ വേണമെങ്കിലും ഞാൻ കയറാൻ തയ്യാറായിരുന്നു. എന്റെ പൊന്നു പോലെ അത്രയ്ക്ക് നല്ലൊരു മോനായിരുന്നു. ഒരാരെയും കൊണ്ട് പറയില്ല. എന്റെ പൊന്നുമ ഒരു പരാതിയോ ഒന്നിനും ഇടവച്ചിട്ടില്ല. അങ്ങനെയുള്ള മോനെ എവിടെ കൊന്നതാണ്, എവിടാണ് എന്റെ മോനെ കൊന്നത്? എന്റെ മോനിക്ക് നീതി കിട്ടണം. നിങ്ങളെ എല്ലാവരും സഹകരണം കൊണ്ട് എന്റെ പൊന്നുമോനിക്ക് നീതി വാങ്ങിച്ചു തരണം. ഇത് ജൂലൈ 5 നമ്മളെ വിട്ടുപിരിഞ്ഞ വ്യാജ പരാതികളടക്കമുള്ള ഭാര്യയുടെ തെറ്റായ പരാതികളിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത സുനീറിന്റെ ഉമ്മയാണ്. അപ്പോൾ ഒരുപക്ഷെ ദീപകിന്റെ ആത്മഹത്യ കേരളത്തിൽ ഇന്നേവരെ കാണാത്തൊരു രീതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് ശ്രദ്ധിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ജൂലൈ മുതൽ ഇതേപോലെ സമാനമായ വിഷയത്തിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സുനീറിന്റെ കുടുംബമാണ്. സുനീർ 29 വയസ്സായിരുന്നു. 29 വയസ്സായിരുന്നു സുനീറിന്റെ പ്രായം. അതായത് ദീപകിന്റെ പ്രായം 41, 42. സുനീറിന്റെ പ്രായം 29 വയസ്സാണ്. ഭാര്യയുടെ പരാതിയിലും മറ്റും മനംനൊന്ത് അദ്ദേഹം ആത്മഹത്യയിട്ട് ഞങ്ങൾ ഏകദേശം ഒരാഴ്ച DGPയുടെയും പോലീസ് ഓഫീസിലും കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഒരു പരാതി പോലും അവർ എടുക്കാൻ തയ്യാറായത്. അങ്ങനെ ആ പരാതി ആദ്യം പോലീസുകാരനോട് വളരെ നേരിട്ട് പറഞ്ഞു, നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ നമുക്ക് അങ്ങനെ പരാതികളൊന്നും എടുക്കാൻ കഴിയില്ല. അവൻ സാറേ, സ്ത്രീ മരിക്കുന്നത് പോലെ, സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന പോലെ തന്നെയല്ലേ പുരുഷനും ആത്മഹത്യ ചെയ്യുന്നത്? അപ്പോൾ എന്തുമാത്രം അനീതിയാണ്. പക്ഷേ ഇപ്പോഴും അതിന്റെ ക്രൂരമായ തമാശ, ഒരുപക്ഷെ ദീപകിന്റെ കേസിന് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ഇത്രയും മാസങ്ങളിൽ ഇവരുടെ കേസിന് സംഭവിച്ചത്.